2047 ആകുമ്പോഴേക്കും ദുബായിലെ ഒരു വലിയ ഷോപ്പിംഗ് മാളിന്റെയോ അല്ലെങ്കിൽ വമ്പനൊരു സ്കൈ സ്ക്രാപ്പറിന്റെയോ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും കേൾക്കുമ്പോൾ അതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നുമല്ലേ? അതെ, തീർച്ചയായും. അതും നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് പോലെ വളരെ ലളിതമായ ഒരു ആപ്പിലൂടെ ആ കെട്ടിടത്തിൽ നിന്ന് നിങ്ങൾക്ക് ദിവസവും വരുമാനം ലഭിക്കുന്ന ഒരു കാലം. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് അത്തരമൊരു ഭാവിയെക്കുറിച്ചാണ്. ഈ ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വളരെ കൗതുകമുള്ളൊരു വിഷയമാണിത്. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് MST ബ്ലോക്ക് ചെയിനിന്റെ ഇഗ്നൈറ്റ് 2026 പരിപാടിയുടെ ഭാഗമായി നടന്ന ഒരു സുപ്രധാന പാനൽ ചർച്ചയുടെ രേഖകളാണ്. ബിസിനസ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ്, പിന്നെ ടെക്നിക്കൽ ഡെവലപ്മെന്റ് തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തൊരു ചർച്ചയാണ്. അതെ, അവരുടെ അവകാശവാദങ്ങളും രേഖകളും നമ്മളിന്ന് കീറുമുറിച്ച് പരിശോധിക്കുകയാണ്. നമ്മളിതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് സങ്കീർണമായ ഈ രേഖകളിൽ നിന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ വേർതിരിച്ചെടുക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ പാനൽ ചർച്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ വെറുമൊരു സാങ്കേതിക വിദ്യയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അല്ല, അവർ സംസാരിക്കുന്നത് 2047 ലക്ഷ്യമാക്കിയുള്ള ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. എന്നുവെച്ചാൽ വെബ് 3, ക്രിപ്റ്റോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് സാധാരണക്കാർക്ക് വലിയൊരു ബാലികേറാമലയാണ്. ഈ സാങ്കേതികവിദ്യ എങ്ങനെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകും എന്നതിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. കൃത്യമായി പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. സാധാരണയായി നമ്മൾ വെബ് 3 എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയാ, എന്തൊക്കെയോ സങ്കീർണമായ കാര്യങ്ങളാണെന്ന് വിചാരിക്കും. ഈ ചർച്ചയിൽ അവർ പ്രധാനമായും സംസാരിക്കുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന്റെ സുരക്ഷയെക്കുറിച്ചാണ്. അതായത് വാലിഡേറ്റർ നോഡുകളെക്കുറിച്ച്. അതെ, വാലിഡേറ്റർ നോഡുകൾ. എനിക്കിതൊന്ന് ലളിതമായി മനസ്സിലാക്കണം. ഒരു ബാങ്കിൽ പണമിടപാടുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ മാനേജർമാരുണ്ട്, കാഷ്യർമാരുണ്ട്. എന്നാൽ ആരുടെയും നിയന്ത്രണത്തിലില്ലാത്ത ബ്ലോക്ക് ചെയിനിൽ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? എന്താണ് ഈ വാലിഡേറ്റർ നോഡുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. താങ്കൾ പറഞ്ഞ ബാങ്കിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ബാങ്കിലൊരു കേന്ദ്രീകൃത സിസ്റ്റം ഉണ്ടല്ലോ. അതെ. ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ വാലിഡേറ്റർ നോഡുകൾ എന്ന് വിളിക്കുന്നത്. ഓഹോ, അപ്പൊ ഈ കമ്പ്യൂട്ടറുകളാണ് ബാങ്ക് മാനേജർമാരുടെ പണി ചെയ്യുന്നത്? കൃത്യം. ഈ കമ്പ്യൂട്ടറുകൾ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച് നെറ്റ്വർക്കിന് സുരക്ഷ നൽകുന്നു. എന്നാൽ പാനലിലെ സാങ്കേതിക വിദഗ്ധർ വ്യക്തമാക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഈ വാലിഡേറ്റർ നോഡുകൾ പ്രവർത്തിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് എന്റെ വീട്ടിലിരിക്കുന്ന ലാപ്ടോപ്പ് വെച്ച് എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നാണോ? ഒരിക്കലുമില്ല. ഒരു നോഡ് കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കുറഞ്ഞത് 16 GB റാം, 1 TB സ്റ്റോറേജ്, കൂടാതെ വളരെ മികച്ച പ്രോസസ്സിംഗ് ശേഷിയുള്ള GPU എന്നിവ ആവശ്യമാണ്. അയ്യോ, അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല 24 മണിക്കൂറും തടസ്സമില്ലാത്ത ഇന്റർനെറ്റും വൈദ്യുതിയും വേണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ലക്ഷക്കണക്കിന് രൂപ ഇതിനായി മുടക്കേണ്ടി വരും. ചുരുക്കത്തില് പണമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നായി ഇത് മാറുന്നു. ഒരു മിനിറ്റ്, അങ്ങനെ വരുമ്പോൾ പണമുള്ളവർ മാത്രം നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്ന അവസ്ഥ വരില്ലേ? അപ്പോൾ പിന്നെ വികേന്ദ്രീകരണം എന്നു പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇവിടെയാണ് MST കൊണ്ടുവന്ന പരിഹാരം എനിക്ക് രസകരമായി തോന്നിയത്. ലക്ഷങ്ങൾ വില വരുന്ന ഈ വലിയ സിസ്റ്റം വാങ്ങാൻ സാധാരണക്കാർക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള വാലിഡേറ്റർ നോഡുകളെ 70,000 ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചു. അതെ, ഇതിനെയാണ് അവർ ഫ്രാക്ഷണൽ നോഡുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇതൊരു വലിയ ജിക്സോ പസിൽ പോലെയാണല്ലേ. എനിക്ക് ആ വലിയ ചിത്രം മുഴുവനായി വാങ്ങാൻ കഴിയില്ല, പക്ഷേ അതിന്റെ ഒരൊറ്റ ചെറിയ കഷ്ണം എനിക്ക് സ്വന്തമാക്കാൻ കഴിയും, വളരെ കുറഞ്ഞ ചെലവിൽ. അതെ അതെ, കൃത്യമായി പറഞ്ഞു. ഒരു വലിയ സെർവർ കമ്പ്യൂട്ടറിനെ 70,000 ആളുകൾ ചേർന്ന് കൂട്ടായി സ്വന്തമാക്കുന്നതിന് തുല്യമാണിത്. വാവ്! അപ്പൊ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഇതിന്റെ ഭാഗമാവുന്നു. തീർച്ചയായും. ഈ കമ്മ്യൂണിറ്റി അധിഷ്ഠിതമായ രീതി നെറ്റ്വർക്കിന്റെ സുരക്ഷ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. കാരണം നിയന്ത്രണം ഒരാളുടെ കയ്യിലല്ല, 70,000 പേരിലേക്കാണ് വികേന്ദ്രീകരിക്കപ്പെടുന്നത്. ഓക്കെ, സാങ്കേതികമായി ഇത് മികച്ചൊരു ആശയമാണ്. എന്റെ കയ്യിൽ ഇപ്പോൾ ആ പസിലിന്റെ ഒരു കഷ്ണമുണ്ട്. പക്ഷെ എന്റെ സംശയം ഇതാണ്, എനിക്കെന്താണ് ഇതിൽ നിന്ന് വ്യക്തിപരമായി കിട്ടുന്നത്? വെറുതെ നെറ്റ്വർക്കിന് സഹായിക്കാൻ വേണ്ടി മാത്രം ഞാൻ പണം മുടക്കി ഫ്രാക്ഷൻ വാങ്ങിവെക്കേണ്ട കാര്യമുണ്ടോ?
അവിടെയാണ് സാമ്പത്തികപരമായ പ്രതിഫലം അഥവാ റിവാർഡുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഈ ഫ്രാക്ഷൻ വാങ്ങുമ്പോൾ നെറ്റ്വർക്കിന് സുരക്ഷ നൽകാൻ സഹായിക്കുകയാണല്ലോ. അതിന് പകരമായി സിസ്റ്റം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. പ്രതിഫലം കിട്ടുമോ? അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? പാനലിൽ നൽകുന്ന കണക്കുകൾ പ്രകാരം നെറ്റ്വർക്കിൽ നടക്കുന്ന ഒരു ബ്ലോക്ക് മൈൻ ചെയ്യുമ്പോൾ 200 MSTC ആണ് ആകെ ലഭിക്കുന്ന പ്രതിഫലം. ഇത് നേരത്തെ പറഞ്ഞ 70,000 ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നു. അപ്പോ എന്റെ വിഹിതം എത്ര വരും? അതായത് ഒരു ഫ്രാക്ഷൻ ഉടമയ്ക്ക് പ്രതിദിനം ഏകദേശം 9.14 ടോക്കണുകൾ വെച്ച് ലഭിക്കുന്നു. നിങ്ങളിതിൽ വെറുമൊരു ഉപയോക്താവല്ല, മറിച്ച് ഈ സാങ്കേതികവിദ്യയുടെ ഒരു ഉടമയായി മാറുകയാണ്. ശരി, എനിക്ക് ദിവസം 9 ടോക്കണുകൾ വെച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ടോക്കണിന് വിപണിയിൽ യാതൊരു വിലയുമില്ലെങ്കിലോ? 0 വിലയുള്ള ഒരു സാധനം 1000 എണ്ണം കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. എങ്ങനെയാണ് ഇതിനൊരു മൂല്യമുണ്ടാകുന്നത്? വളരെ ബുദ്ധിപരമായ ചോദ്യമാണിത്. ഈ ടോക്കണുകൾക്ക് മൂല്യമുണ്ടാകണമെങ്കിൽ ആളുകൾ ഈ ബ്ലോക്ക് ചെയിൻ ശരിക്കും ഉപയോഗിക്കണം. അതിൽ പുതിയ ആപ്പുകൾ വരണം, ഇടപാടുകൾ നടക്കണം. എന്നുവെച്ചാൽ വെറുതെ ടോക്കൺ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതെ, ഇതിനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. എത്രത്തോളം ആളുകൾ ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം ഈ ടോക്കണിന്റെ ആവശ്യകത വർദ്ധിക്കും. ഇവിടെയാണ് ഉപയോക്തൃ അനുഭവം അഥവാ യൂസർ എക്സ്പീരിയൻസ് നിർണായകമാകുന്നത്. സാധാരണക്കാർ ഇത് ഉപയോഗിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇതിനൊരു മൂല്യമുണ്ടാവുകയുള്ളൂ. അത് ശരിയാണ്. അതായത് വാലിഡേറ്റഡ് നോഡുകൾ എളുപ്പമാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്നെപ്പോലെയോ അല്ലെങ്കിൽ എന്റെ അച്ഛനെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതുപയോഗിക്കാൻ കഴിയണം. ഈ പാനൽ ചർച്ചയിൽ അവരിതിനൊരു ഗംഭീര ഉദാഹരണം പറയുന്നുണ്ട്. UPI ഉദാഹരണമല്ലേ? അതെ. 2015 ജൂലൈയിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി വന്നപ്പോൾ UPI എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിയത് എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വഴിയരികിൽ കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന കടകളിൽ വരെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകുന്നു. ശരിയാണ്. ആർക്കും അതിന്റെ സാങ്കേതികവിദ്യ അറിയില്ല. അവർക്കൊന്നും ഇതിന്റെ പിന്നിലെ ബാങ്കിംഗ് സാങ്കേതികവിദ്യ അറിയില്ല. പക്ഷെ അവർക്കത് ഉപയോഗിക്കാൻ അറിയാം. ഇതുപോലെ ബ്ലോക്ക് ചെയിനും മാറണമെന്നാണ് പാനലിസ്റ്റുകൾ പറയുന്നത്. UPI മാതൃക തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. നിലവിൽ Web3 ഉപയോഗിക്കുക എന്നത് വളരെ സങ്കീർണമാണ്. നമ്മൾ Web2 ആപ്പുകളായ പേടിഎം അല്ലെങ്കിൽ ഫോൺപേ ഉപയോഗിക്കുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കുന്നു, OTP അടിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. വളരെ ലളിതമാണത്. എന്നാൽ Web3യിൽ ഒരു വാലറ്റ് ഉണ്ടാക്കണമെങ്കിൽ 12 വാക്കുകളുള്ള റിക്കവറി ഫ്രേസുകൾ ഒരു കടലാസിലെഴുതി ഭദ്രമായി സൂക്ഷിക്കണം. അത് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പണം എന്നേക്കുമായി നഷ്ടപ്പെടും. ഇത് സാധാരണക്കാരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. സത്യത്തിൽ ഈ 12 വാക്കുകൾ എഴുതി സൂക്ഷിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് തീരെ പ്രായോഗികമല്ലാത്ത കാര്യമാണ്. നമ്മളൊക്കെ പാസ്വേഡ് തന്നെ മറന്നുപോകുന്നവരാണ്. ഇതൊരു വലിയ തടസ്സമല്ലേ? ഇതെങ്ങനെയാണ് MST മറികടക്കുന്നത്? ഈ പ്രശ്നം പരിഹരിക്കാനാണ് അവർ സരൾ പ്രോട്ടോക്കോൾ എന്നൊരു സംവിധാനം കൊണ്ടുവരുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് കാര്യങ്ങൾ ലളിതമാക്കുന്നു. സരൾ എന്നുവെച്ചാൽ ലളിതം. അതെ. ഇതുവഴി ഉപയോക്താക്കൾക്ക് സാധാരണ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നത് പോലെ വളരെ എളുപ്പത്തിൽ Web3 വാലറ്റുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് പിന്നാമ്പുറത്തെ ആ സങ്കീർണതകളെല്ലാം മറച്ചുപിടിക്കുകയും ഉപയോക്താക്കൾക്ക് വളരെ എളുപ്പമുള്ളൊരു ഇന്റർഫേസ് നൽകുകയും ചെയ്യുന്നു. ഓഹോ, അപ്പൊ ആർക്കും ഉപയോഗിക്കാം? തീർച്ചയായും. ഇതിനു പുറമെ വിസ, മാസ്റ്റർ കാർഡ് പോലെയുള്ള ലളിതമായ പേയ്മെന്റ് ഗേറ്റ്വേകളും അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാമോ? സാധാരണ ഒരാൾക്ക് ഇതിന്റെ ഗുണമെന്താണ്? ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഓൺലൈനിൽ ഒരു ടീഷർട്ട് വാങ്ങണമെന്ന് കരുതുക. നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് പണമടയ്ക്കുന്നു. സാധാരണ ചെയ്യുന്ന പോലെ. എന്നാൽ പണം സ്വീകരിക്കുന്ന കടയുടമയ്ക്ക് അത് ക്രിപ്റ്റോ ആയിട്ടായിരിക്കും ലഭിക്കുക. അതും വളരെ സുരക്ഷിതമായി. ഉപയോക്താവ് താൻ ക്രിപ്റ്റോ ആണോ സാധാരണ പണമാണോ ഉപയോഗിക്കുന്നത് എന്ന് പോലും അറിയാതെ ഇടപാടുകൾ നടത്താൻ ഇത്തരം ഗേറ്റ്വേകൾ സഹായിക്കുന്നു. സാധാരണക്കാരെ വികേന്ദ്രീകൃത സമ്പദ്വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം ലളിതമായ മാറ്റങ്ങൾ അത്യാവശ്യമാണ്. ഇതൊക്കെ കേൾക്കാൻ വളരെ നല്ലതാണ്. ആപ്പുകൾ ലളിതമാകുന്നു, ബാങ്കിംഗ് പോലെ എളുപ്പമാകുന്നു. പക്ഷെ എന്റെ മനസ്സിൽ വലിയൊരു സംശയമുണ്ട്. എന്താണ് സംശയം? നമ്മൾ ഇതിനെ സാധാരണ ആപ്പുകൾ പോലെ ഇത്രയും ലളിതമാക്കുമ്പോൾ ബ്ലോക്ക് ചെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ വികേന്ദ്രീകരണവും സുരക്ഷയും നഷ്ടപ്പെടില്ലേ? ഉദാഹരണത്തിന്, എന്റെ പാസ്വേഡ് പോയാൽ ഞാൻ കമ്പനിക്ക് ഇമെയിൽ അയച്ചു പാസ്വേഡ് മാറ്റുന്നു. അപ്പോൾ പിന്നെ എല്ലാം കമ്പനിയുടെ നിയന്ത്രണത്തിലാണല്ലോ. പിന്നെന്ത് ബ്ലോക്ക് ചെയിൻ? വെറുമൊരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ ഇത്? വളരെ കൃത്യമായൊരു നിരീക്ഷണമാണ് താങ്കൾ നടത്തിയത്. പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. എന്നാൽ
പാനലിലെ സാങ്കേതിക വിദഗ്ധർ ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവരൊരു ടിക്കറ്റ് സിസ്റ്റം വഴിയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഉപയോക്താക്കൾക്ക് കാണാനും ഉപയോഗിക്കാനും എളുപ്പമുള്ള ഒരു ഇന്റർഫേസാണ് അവർ നൽകുന്നത്. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് അതിശക്തമായ സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്. സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാല് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറയാം? അതൊരു ഡിജിറ്റൽ വെൻഡിംഗ് മെഷീൻ പോലെയാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ മെഷീനിൽ പണം നിക്ഷേപിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തിന്റെ ബട്ടൺ അമർത്തുന്നു, സാധനം പുറത്തേക്ക് വരുന്നു. ശരിയാണ്, അവിടെ വേറെ ആരും ഇടപെടുന്നില്ല. അതെ, ഇതിനിടയിൽ ഒരു മനുഷ്യന്റെയും ഇടപെടലില്ല. നിയമങ്ങൾ മുൻകൂട്ടി എഴുതി വച്ചിരിക്കുന്നു, അത് തനിയെ പ്രവർത്തിക്കുന്നു. അതുപോലെയാണ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ. ഒരിക്കലൊരു ഉപയോക്താവിന്റെ വാലറ്റ് അഡ്രസ് ഈ കോൺട്രാക്റ്റുമായി ബന്ധിപ്പിച്ചാൽ പിന്നീട് കമ്പനിയുടെ ഡെവലപ്പർമാർക്ക് പോലും അത് തിരുത്താൻ കഴിയില്ല. അപ്പോ ആ നിയന്ത്രണം ഉപയോക്താവിന്റെ കയ്യിൽ തന്നെ നിൽക്കും. കൃത്യമായി. അതായത് മുൻവശത്ത് കാര്യങ്ങൾ ലളിതമാണെങ്കിലും പുറകിൽ ബ്ലോക്ക് ചെയിനിന്റെ മാറ്റാൻ കഴിയാത്ത സുരക്ഷാ സംവിധാനങ്ങൾ അതേപടി നിലനിൽക്കുന്നു. അപ്പോ എളുപ്പമുള്ള ഉപയോഗവും എന്നാൽ പിന്നാമ്പുറത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷയും. കൊള്ളാം. പക്ഷേ എത്ര മികച്ച സാങ്കേതികവിദ്യ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ ആളുകൾ വേണ്ടേ? ലോകത്തിലെ ഏറ്റവും മികച്ച ആപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൽ യൂസേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? 100% ശരിയാണ്. ഇവിടെയാണ് അവരുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തങ്ങൾ പ്രസക്തമാകുന്നത്. ഈ ചർച്ചയിൽ അവർ ഇക്കോസിസ്റ്റത്തിന്റെ വളർച്ചയെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുന്നുണ്ട്. അതെ, ഒരു ബ്ലോക്ക് ചെയിനിനും ഒറ്റയ്ക്ക് നിന്ന് ഒരിക്കലും വിജയിക്കാനാവില്ല. ആഗോളതലത്തിൽ വിശ്വാസ്യത നേടിയെടുക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള പങ്കാളിത്തങ്ങൾ അത്യാവശ്യമാണ്. പ്രധാനമായും 3 തലങ്ങളിലാണ് അവർ പങ്കാളിത്തമുണ്ടാക്കുന്നത്: ഇൻഫ്രാസ്ട്രക്ചർ, ഇക്കോസിസ്റ്റം, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ. ഓക്കെ, ഇതിൽ ഇൻഫ്രാസ്ട്രക്ചർ തലത്തിൽ അവർ മൊറാലിസ്, ഡ്യൂൺ എന്നിവരുമായി പങ്കാളിത്തത്തിലേർപ്പെടുന്നു എന്ന് കണ്ടു. അതെ, ഇത് ഡെവലപ്പർമാർക്ക് വേണ്ടിയുള്ളതാണ്. മൊറാലിസ്, ഡ്യൂൺ, ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു സാങ്കേതിക ഭാരം തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പ്രയോജനം? അവർ ഡാറ്റ ഇൻഡെക്സിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ വളരെ ലളിതമായി പറയാം. കോടിക്കണക്കിന് പുസ്തകങ്ങളുള്ള ഒരു വലിയ ലൈബ്രറി സങ്കൽപ്പിക്കുക. അവിടെ ഇൻഡെക്സ് ഇല്ല, കാറ്റലോഗ് ഇല്ല. നിങ്ങൾക്കൊരു പ്രത്യേക പുസ്തകത്തിലെ ഒരു പ്രത്യേക വാചകം കണ്ടുപിടിക്കണമെങ്കിൽ എത്ര സമയമെടുക്കും? അയ്യോ, അത് അസാധ്യമാണ്. ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. അല്ലേ? ബ്ലോക്ക് ചെയിനിലെ ഡാറ്റയും ഇതുപോലെയാണ്. ലക്ഷക്കണക്കിന് ഇടപാടുകൾ ചിതറിക്കിടക്കുകയാണ്. മൊറാലിസ്, ഡ്യൂൺ തുടങ്ങിയവ ലൈബ്രറിയന്മാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവർ ഈ ഡാറ്റ കൃത്യമായി അടുക്കിവെക്കുന്നു. ഓ, അതായത് എല്ലാം ഓർഗനൈസ് ചെയ്തു വെക്കുന്നു. അതെ, ഇൻഡെക്സിംഗ് ചെയ്യുന്നു. ഇതുവഴി ഡെവലപ്പർമാർക്ക് തങ്ങളുടെ ആപ്പുകളിലേക്ക് വളരെ വേഗത്തിൽ ഡാറ്റ എടുക്കാൻ സാധിക്കും. ഇത് നെറ്റ്വർക്കിന്റെ വേഗതയും കാര്യക്ഷമതയും വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. കൊള്ളാം. ആ ലൈബ്രറി ഉദാഹരണം വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ തലമായ ഇക്കോസിസ്റ്റത്തിലേക്ക് വന്നാല് അവിടെ അവർ സേഫ്പാൽ, വൺകീ പോലെയുള്ള ഹാർഡ്വെയർ വാലറ്റുകളുമായി പങ്കാളിത്തമുണ്ടാക്കുന്നുണ്ട്. അതെ, ഇതൊരു വലിയ നീക്കമാണ്. MSTക്ക് നിലവിൽ 3 ലക്ഷത്തിലധികം വരുന്ന വലിയൊരു യൂസർ ബേസ് ഉണ്ട്. അവർ ഈ ഹാർഡ്വെയർ വാലറ്റ് കമ്പനികളുടെ അടുത്ത് ചെന്ന് പറയുന്നു, ഇതാ ഞങ്ങളുടെ പക്കൽ 3 ലക്ഷം ഉപഭോക്താക്കളുണ്ട്, ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാമെന്ന്. സ്വാഭാവികമായും ആ കമ്പനികൾക്ക് അത് വലിയൊരു ബിസിനസ് അവസരമാണ്. അതെ, പകരം MSTക്ക് വലിയൊരു ആഗോള പ്ലാറ്റ്ഫോമിൽ വിശ്വാസ്യതയും തങ്ങളുടെ ഉപയോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ വാലറ്റുകൾ ലഭിക്കാനുള്ള അവസരവും കിട്ടുന്നു. ഇതൊരു വിൻ-വിൻ സാഹചര്യമല്ലേ? തീർച്ചയായും. വെബ്3 ലോകത്ത് അതിവേഗം വളരാനുള്ള ഏറ്റവും മികച്ച തന്ത്രമാണിത്. ഇതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ തലത്തിൽ 2026 ആകുമ്പോഴേക്കും 25-ലധികം വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി പങ്കാളിത്തം ഉറപ്പാക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. 25 സ്ഥാപനങ്ങളോ? അത് വലിയൊരു കണക്കാണല്ലോ. അതെ, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ദശലക്ഷക്കണക്കിന് ഡോളറുകളുടെ വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. അതിലും എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യമുണ്ട്. ഭാവിയിലെ ഡെവലപ്പർമാരെ കണ്ടെത്താൻ വിവിധ സർവകലാശാലകളുമായി അവർ ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കുന്നുണ്ട്. അതായത് ഭാവിയിലെ പ്രതിഭകളെ കലാലയങ്ങളിൽ നിന്ന് തന്നെ വാർത്തെടുക്കുക. ഒരു സുസ്ഥിരമായ ഈക്കോസിസ്റ്റം വളർത്താൻ അത് അത്യാവശ്യമാണ്. എന്നാൽ വലിയ പങ്കാളിത്തങ്ങൾ വരുമ്പോൾ ഡെവലപ്പർമാർക്ക് ആപ്പുകൾ നിർമ്മിക്കാൻ കരുത്തുറ്റ അടിസ്ഥാന സൗകര്യങ്ങൾ നെറ്റ്വർക്കിന് ആവശ്യമായി വരുന്നു. അതെ, അവിടെയാണ് പ്രോജക്റ്റ് സ്ട്രാറ്റജി വരുന്നത്. ഇവിടെയാണ് മാർക്കറ്റിംഗും ഉൽപ്പന്ന നിർമ്മാണവും തമ്മിലുള്ള ഒരു പഴയ തർക്കം പാനലിൽ ഉയർന്നുവരുന്നത്. ആദ്യം മാർക്കറ്റിംഗ് ചെയ്യണോ അതോ ആദ്യം മികച്ചൊരു ഉൽപ്പന്നം നിർമ്മിക്കണോ? മുൻകാലങ്ങളിൽ മിക്കവാറും വെബ്3 പ്രോജക്റ്റുകൾ ഒരു ഉൽപ്പന്നം പോലുമില്ലാതെ വെറും മാർക്കറ്റിംഗ് നടത്തി ആളുകളിൽ നിന്ന് പണം സമാഹരിക്കാറുണ്ടായിരുന്നു. അത് പലപ്പോഴും വലിയ തട്ടിപ്പുകളായി മാറിയിട്ടുമുണ്ട്.
കൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ പരിശോധിപ്പിക്കാം. അവരുടെ ഫീഡ്ബാക്ക് വെച്ച് ആപ്പുകൾ വേഗത്തിൽ മെച്ചപ്പെടുത്താം. ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഡെവലപ്പർമാരെ ആകർഷിക്കാൻ അവർ കൊണ്ടുവന്ന വാസ്പിഫൈ എന്ന ഫീച്ചറിനെക്കുറിച്ച് ഈ ചർച്ചയിൽ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഓ, വാസ്പിഫൈ അതൊരു ഗംഭീര ഡെവലപ്മെന്റാണ്. എനിക്ക് തോന്നുന്നത് ഇത് വെബ്3 ലോകത്തെ വലിയ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്നാണ്. നിലവിൽ എന്താണ് ഡെവലപ്പർമാർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. ഇപ്പോൾ ഒരു ഡെവലപ്പർക്ക് വെബ്3യിൽ ഒരു ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് സോളിഡിറ്റി പോലുള്ള വളരെ സങ്കീർണമായ ഭാഷകൾ പഠിക്കേണ്ടി വരും. അതായത് EVM പിന്തുണയ്ക്കുന്ന ഭാഷകൾ മാത്രം. അതെ, ഇഥീരിയം വെർച്വൽ മെഷീൻ. അതെ, ലോകത്ത് ഇത്തരം ഭാഷകൾ അറിയാവുന്ന ഡെവലപ്പർമാരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ C++, പൈത്തൺ, റസ്റ്റ് തുടങ്ങിയ പരമ്പരാഗത പ്രോഗ്രാമിംഗ് ഭാഷകൾ അറിയാവുന്ന ലക്ഷക്കണക്കിന് ഡെവലപ്പർമാർ ലോകത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വെബ്3 ഒരു അടഞ്ഞ വാതിലായിരുന്നു. അപ്പോൾ ഈ വാസ്പിഫൈ ചെയ്യുന്നത് ഒരു പരിഭാഷകന്റെ ജോലിയാണല്ലേ? അതായത് ഒരു ഡെവലപ്പർക്ക് അവർക്കറിയാവുന്ന പൈത്തൺ അല്ലെങ്കിൽ C++ വെച്ച് തന്നെ കോഡ് എഴുതാം. വാസ്പിഫൈ അതിനെ ബ്ലോക്ക് ചെയിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് പുതിയ ഡെവലപ്പർമാർക്ക് വെബ്3യിലേക്ക് കടന്നു വരാൻ അത് വാതിൽ തുറന്നിടുന്നു. വളരെ മികച്ചൊരാശയമാണിത്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഈ ഡെവലപ്പർമാർക്ക് വെറും ടൂളുകൾ നൽകിയാൽ മാത്രം മതിയോ? അവർക്ക് ആപ്പുകൾ ഉണ്ടാക്കാനും അത് വളർത്താനും പണം വേണ്ടേ? ഫണ്ടിംഗ് ഇല്ലാതെ പുതിയ ആശയങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകും? അവിടെയാണ് VC ഫണ്ടിങ്ങും ഇൻക്യുബേഷനും കടന്നുവരുന്നത്. പാനലിൽ നൽകിയ വളരെ മികച്ചൊരു ഉദാഹരണമുണ്ട്. മാസം തികയാതെ ജനിച്ച ഒരു കുഞ്ഞിനെ ആശുപത്രിയിൽ ഇൻക്യുബേറ്ററിൽ വെച്ച് പരിപാലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതെ, സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത്. ഓക്സിജനും കൃത്യമായ താപനിലയും നൽകി ആ കുഞ്ഞിനെ ആരോഗ്യത്തോടെ വളർത്തിക്കൊണ്ടുവരുന്നു. MSTയുടെ ഇൻക്യുബേഷൻ പ്രോഗ്രാമും ഇതുതന്നെയാണ് ചെയ്യുന്നത്. എനിക്കത് മനസ്സിലായി. പക്ഷേ പുതിയതും പരീക്ഷിക്കപ്പെടാത്തതുമായ ചെറിയ പ്രോജക്റ്റുകളിൽ പണം നിക്ഷേപിക്കുന്നത് വളരെ വലിയ റിസ്ക് അല്ലേ? ഒരു കമ്പനി എന്തിനത്രയും വലിയ റിസ്ക് എടുക്കണം? അതൊരു റിസ്ക്കാണെങ്കിലും ഭാവിയിലേക്കുള്ള ഏറ്റവും മികച്ച നിക്ഷേപമാണ്. നല്ല ആശയങ്ങളുള്ള ഡെവലപ്പർമാർക്ക് പണവും സാങ്കേതിക സഹായവും മാർക്കറ്റിംഗ് പിന്തുണയും നൽകി അവരെ MSTയിൽ കൂടെ നിർത്തി വളർത്തുന്നു. ഈ പ്രോജക്റ്റുകൾ വലുതാകുമ്പോൾ സ്വാഭാവികമായും അത് MST നെറ്റ്വർക്കിന്റെ മൂല്യം വർദ്ധിപ്പിക്കും. ഓഹോ, അപ്പോൾ മറ്റുള്ളവരെ വളർത്തി സ്വന്തം നെറ്റ്വർക്ക് വളർത്തുന്നു. അതെ, ഭാവിയിൽ പുറത്തുനിന്നുള്ള VC ഫണ്ടുകളെ ആശ്രയിക്കാതെ MST തന്നെ ഒരു വലിയ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റായി മാറാനാണിതിലൂടെ ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ ഇക്കോസിസ്റ്റം തങ്ങൾ തന്നെ വളർത്തുക എന്ന തന്ത്രമാണിത്. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വലിയ കെട്ടിടത്തിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ? അതിലേക്ക് നമ്മെ എത്തിക്കുന്ന റിയൽ വേൾഡ് അസെറ്റ്സ് എന്ന വിഷയവും ഈ പാനലിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് യഥാർത്ഥ ലോകത്തിലെ ആസ്തികളെ ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവരുന്നത്. അതെ, ക്രിപ്റ്റോ ലോകം വെറും ഊഹക്കച്ചവത്തിൽ നിന്നും മാറി യഥാർത്ഥ ആവശ്യങ്ങളിലേക്ക് മാറുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതിനെയാണ് ടോക്കണൈസേഷൻ എന്ന് വിളിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വില വരുന്ന പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ സ്വർണം പോലെയുള്ള നിക്ഷേപങ്ങൾ ചെറിയ ഫ്രാക്ഷനുകളാക്കി മാറ്റുന്നു. ഇത് സാധാരണക്കാർക്കും വലിയ സ്വത്തുക്കളിൽ ചെറിയ നിക്ഷേപങ്ങൾ നടത്താൻ അവസരമൊരുക്കുന്നു. ശരിക്കും വിപ്ലവകരമായ മാറ്റം തന്നെ. തീർച്ചയായും ഇത് ഭാവിയിലെ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. വലിയ സെർവറുകൾ ആവശ്യമുള്ള വാലിഡേറ്റർ നോഡുകളെ 70,000 ഫ്രാക്ഷനുകളാക്കി സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുന്നതും അതുവഴി അവർ നെറ്റ്വർക്കിന്റെ ഉടമകളാകുന്നതും നമ്മൾ കണ്ടു. അതെ, കൂടാതെ UPI പോലെയുള്ള ദൈനംദിന ഉപയോഗത്തിലേക്ക് വെബ്3യെ മാറ്റാൻ സരൾ പ്രോട്ടോകോൾ വഴിയും പേയ്മെന്റ് ഗേറ്റ്വേകളിലൂടെയും അവർ നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു. ഒപ്പം ലോകമെമ്പാടുമുള്ള ശക്തമായ പങ്കാളിത്തങ്ങളിലൂടെയും വാസ്പിഫൈ പോലെയുള്ള മികച്ച ഇൻഫ്രാസ്ട്രക്ചറിലൂടെയും 2047 ലക്ഷ്യമിട്ടുള്ള അവരുടെ യാത്രയും നാം മനസ്സിലാക്കി. ഇതെല്ലാം നിങ്ങളുടെ ദൈനംദിന ഓൺലൈൻ ഇടപെടലുകളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ സാധ്യതയുള്ള സാങ്കേതികവിദ്യയുടെ പിന്നാമ്പുറങ്ങളാണ്. തീർച്ചയായും വെബ്3 നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് സുരക്ഷയാണ്. നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിൽ സുരക്ഷിതമായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ കാതൽ. അതെ, ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ നൽകാം. റിയൽ എസ്റ്റേറ്റ് പോലുള്ള വമ്പൻ സ്വത്തുക്കളും പ്രവർത്തിപ്പിക്കാൻ ലക്ഷങ്ങൾ ചെലവ് വരുന്ന കമ്പ്യൂട്ടർ സെർവറുകളുമെല്ലാം
ചെറിയ ഫ്രാക്ഷനുകളാക്കി മാറ്റി നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ സ്വന്തം ഡേറ്റയും നിങ്ങളുടെ വ്യക്തിപരമായ ഐഡന്റിറ്റിയും ഇതേപോലെ ടോക്കണുകളാക്കി മാറ്റാൻ കഴിഞ്ഞാലോ? അതൊരു വലിയ സാധ്യതയാണ്. ഇന്ന് വലിയ വമ്പൻ ടെക് കമ്പനികൾ നിങ്ങളുടെ ഇന്റർനെറ്റ് ഡേറ്റ വിറ്റ് കോടികൾ ഉണ്ടാക്കുമ്പോൾ നാളെ നിങ്ങളുടെ സ്വന്തം ഡേറ്റയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ നിഷ്ക്രിയ വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നൊരു കാലം വന്നാലോ? സ്വന്തം ഡേറ്റയുടെ ഉടമസ്ഥൻ നിങ്ങൾ തന്നെ ആകുന്ന ഒരു ലോകം. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് ലഭ്യമായ ഇഗ്നൈറ്റ് 2026 പാനൽ ചർച്ചയുടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇതിലെ ആശയങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുകയോ നിക്ഷേപത്തിനായുള്ള ഉപദേശമായി നൽകുകയോ ചെയ്യുന്നില്ല. മറിച്ച് രേഖകളിലെ വിവരങ്ങൾ നിഷ്പക്ഷമായി നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ ഡീപ് ഡൈവ് നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത തവണ കാണാം. അതുവരെ കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി.